5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 20 വർഷങ്ങൾക്ക് ശേഷം 2025 മെയ് 24 മഴ വന്നു. വലിയ മഴയാണ് വന്നത് നമുക്കിപ്പോൾ. ആ മഴ വന്നതിന് ശേഷം 10 ദിവസത്തോളം കേരളത്തിൽ വലിയ മഴ വന്നു. ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ്, എന്താ വീണ്ടും വലിയ മഴ വരുമെന്ന് കേൾക്കുന്നു. ഈ മഴക്കാലത്തിടയ്ക്കുള്ള ഗ്യാപ്പ് കാലത്ത് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നത്. ഇപ്പൊ ശംഖുമുഖം ബീച്ച്, തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ ബീച്ച്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരുന്ന ബീച്ച് കഴിഞ്ഞ 10 വർഷമായി പല രൂപത്തിൽ ബീച്ച് തകരാറിലായി. ഇപ്പോൾ കാനായി കുഞ്ഞിരാമൻ പണിത് വെച്ചിരിക്കുന്ന നമ്മുടെ മത്സ്യകന്യകയുടെ അടുത്ത് വരെ വെള്ളം കയറി കടലെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലേക്കാണ്. അവിടെ ആറാട്ട് മണ്ഡപമുണ്ട്, അവിടെ ഒരുപാട് സംവിധാനങ്ങളുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് കടൽ കയറിക്കൊണ്ടിരിക്കുന്നത്. ശംഖുമുഖത്തെ തീരം ഇനി എത്ര കാലം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാവുമോ? ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞു, ഇനി ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുപോലെ ഇങ്ങനെ തീരപ്രദേശം മുതൽ മലയോര പ്രദേശം വരെ എടുത്താൽ മലനാട്ടിലാണെങ്കിൽ ഉരുൾപൊട്ടലിന്റെ ഭീതിയിലാണ്. വയനാട്, ഇടുക്കിയും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളാകെ നനഞ്ഞ് കുതിർത്ത് സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അത് ആ വാക്കാണ് കറക്റ്റ്. മഴ പെയ്ത് സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി വരുന്ന ഏത് ചെറിയ മഴയും താങ്ങാൻ മലനാടുകൾക്ക് കഴിയില്ല. അപ്പൊ മലനാട് അങ്ങനെ നിൽക്കുന്നു. ഇടനാട്ടിലാണെങ്കിൽ വലിയ തോതിലാണ് ഡ്രെയിനേജുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വെള്ളക്കെട്ട്. കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ കുറിച്ച് ഹൈക്കോടതി ചോദിച്ചതാണ്, കൊച്ചി കോർപ്പറേഷനാണ് ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട, നിങ്ങൾ അവിടുത്തെ മാലിന്യങ്ങളെ വാരിക്കളയോ, നിങ്ങൾ അവിടുത്തെ ഓടകൾ വൃത്തിയാക്കിയിടോ. നമ്മൾക്കൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മളെ ടൂറിസം മന്ത്രിയുണ്ട് ഇവിടെ, അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുണ്ട്. ഇവരെല്ലാം കൂടി ഒന്ന് ആലോചിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പരസ്പരം തർക്കിച്ച് ആ മീറ്റിങ്ങിൽ വിളിച്ചോ, ഈ മീറ്റിങ്ങിൽ വിളിച്ചോ, മന്ത്രിസഭയ്ക്ക് വിളിച്ചോ, എന്നോട് ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്നുള്ള തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് അവർ ഒരു മേശയ്ക്ക് ചുറ്റി ആലോചിക്കേണ്ട വിഷയമുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ചൂട് കാലമാണ്. ഇവിടെ അതിശക്തമായ ചൂടാണ്. ആ കാലത്താണ് നമുക്ക് ഡ്രൈ ഡേ പരിപാടികൾ നടത്തേണ്ടത്, മാലിന്യങ്ങൾ പരമാവധി സംസ്കരിച്ചെടുക്കേണ്ടത്. ആ സമയത്താണ് ഓടകൾ വൃത്തിയാക്കി വെക്കേണ്ടത്. കാരണം വരുന്ന മഴ നന്നായി ഫോഴ്സിൽ അതാതെടുത്ത് താങ്ങി ബാക്കി ഒഴുകിപ്പോകണം. കുറെ മഴവെള്ളം ഒഴുകി പോകേണ്ടതുണ്ട്. അതിന് ഡ്രെയിനേജ് ബ്ലോക്കായ പറ്റത്തില്ല. ഇത് വരുന്നത് ഈ സംവിധാനം വരുന്നത് മാലിന്യ സംസ്കരണത്തിലൊരു അഭാവം കൊണ്ടാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ്, ഊർജ്ജ വകുപ്പ് മന്ത്രി ഇത് കേൾക്കണം, കൃഷ്ണൻകുട്ടി സാർ ഇത് കേൾക്കണം. അതായത് നമ്മുടെ വലിയ കാറ്റ് വരുന്ന സമയമാണ് ഈ മഴ സമയത്ത്. ആ കാറ്റ് വരുമ്പോൾ വ്യാപകമായിട്ടാണ് മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞു വീണ് ഈ ഇലക്ട്രിസിറ്റി തകരാറ് വരുന്നത്. എന്തുകൊണ്ട് നമുക്ക് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നല്ലൊരു ഡ്രൈവ് നടത്തി നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയമാണ്. നമ്മളെ കുട്ടികളെയും അവർക്ക് ചെറിയ പൈസയെ കൊടുത്താൽ മതി. അവരവരെ വീടുകളിലുള്ള ഇത് കട്ട് ചെയ്തിട്ടിട്ട് അവർ പിന്നെ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അയച്ചാൽ അവർക്ക് ചെറിയ പൈസയെ കൊടുക്കുന്ന ആ രീതിയിലൊക്കെ ചിന്തിക്കുക. സന്നദ്ധ പ്രവർത്തകരുണ്ട്, തൊഴിലുറപ്പുകാരുണ്ട്, പിന്നെ കരുതകർമ്മ സേനക്കാർ, ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ സംവിധാനമുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ മരച്ചില്ലകൾ, ഈ ഇലക്ട്രിസിറ്റി ലൈനിൽ കൂടെ കിടക്കുന്ന മരച്ചില്ലകൾ മുറിച്ച് മാറ്റണം. അതും ഗൗരവതരമായ കാര്യം. അതുപോലെ റോഡ് പണി, ഞാൻ ഇന്നലെ ടൗണിലൂടെ സഞ്ചരിച്ച പല റോഡുകളും ഇപ്പോഴും ചല്ലി നിരത്തിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസം കൊണ്ട് തീർക്കേണ്ട വർക്കുകൾ അതിനകത്ത് തീർക്കണം. അല്ലാതെ നിങ്ങൾ അവിടെ ചല്ലി വരുത്തിയിട്ടാൽ അത് വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നോക്കൂ, വെട്ടുകാടെന്ന് പറയുന്ന ഒരു പള്ളിയൊക്കെ ഉള്ള വളരെ മനോഹരമായ ഒരു കടൽ തീരമുണ്ട്. അവിടെ വലിയ വെള്ളക്കെട്ടാണ്. ആളുകൾ സ്വന്തമായിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ കടലിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ കടലേറ്റത്തെ പ്രതിരോധിക്കാൻ. അതൊക്കെ പ്രായോഗികമാണോ? അപ്പൊ കേരളത്തിൽ മഴ കാലം മാറി വരുന്ന മഴ, ശക്തമായ മഴ പെയ്യുന്ന മഴ, കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലം കൊണ്ട് കൂടിയ മഴ എന്നുള്ള നിലയിൽ മഴത്തുള്ളികളുടെ ഘനം കൂടിയിട്ടുണ്ട്. കുമുലോനിംബസ് എന്ന് പറയുന്ന കൂമ്പാരമേഘം എന്ന് പറയുന്ന മേഘങ്ങളുടെ പൊക്കം 8 കിലോമീറ്റർ 9 കിലോമീറ്ററിൽ നിന്ന് വന്നിട്ടുള്ളപ്പോൾ ശക്തി കുറവായിരുന്നു. ഇപ്പോൾ ഒരു 15-20 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് മഴ വരുന്നത്. മഴയുടെ ശക്തിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഭൂമി വിനിയോഗത്തെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ പച്ച മേലാപ്പ് എല്ലാം ഇല്ലാതാക്കിയിട്ടുണ്ട്. ആ പച്ച മേലാപ്പ് ഇല്ലാതാക്കിയപ്പോൾ നമ്മുടെ പെയ്യുന്ന മഴയുടെ നല്ലൊരു ഭാഗവും വളരെ വേഗത്തിൽ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാക്കി, ഫ്ലാഷ് ഇറോഷൻ ഉണ്ടാക്കി വളരെ വേഗത്തിലാണ് കടലിലേക്ക് പോകുന്നത്, മണ്ണൊലിപ്പ് ഉണ്ടാക്കുന്നത്. മണ്ണിന്റെ ഉൽപാദന ശേഷി കുറയുന്നു, ജലാകിരണ ശക്തി കുറയുന്നു, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയുന്നു, ജലം സംഭരിച്ചു വയ്ക്കാനുള്ള ജലസംഭരണ ശേഷി മണ്ണിൻ്റെത് കുറഞ്ഞു വരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭൗമശാസ്ത്ര ഘടകങ്ങൾ കൊണ്ടും നമ്മുടെ ഇടപെടലുകൾ കൊണ്ടും മാലിന്യ സംസ്കരണത്തിൽ അശാസ്ത്രീയത കൊണ്ടും റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത കൊണ്ടും ഒക്കെ വലിയ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും പ്രളയവുമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് നമ്മൾ ഇതൊന്ന് മാറിയാൽ വരൾച്ചയിലേക്ക് പോകുന്നു. ആഗോളതാപനമുണ്ട്, ശരിയാണ്, കാലാവസ്ഥ വ്യതിയാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ മൈക്രോ ക്ലൈമാറ്റ്, മാക്രോ ക്ലൈമാറ്റുമുണ്ട്. മാക്രോ ക്ലൈമാറ്റ് നമുക്ക് സ്ഥൂല കാലാവസ്ഥ നമുക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ സൂക്ഷ്മ കാലാവസ്ഥ നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. അത് നമുക്ക് പല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുക. അപ്പോൾ നമുക്കൊരു ദീർഘകാല പ്ലാൻ ഉണ്ടോ? ഒരു വർഷത്തെ ഒരു പ്ലാൻ ഉണ്ടോ? നമ്മുടെ 3 സീസണിലെ മഴ എപ്പോഴാണ് വരുന്നത്? ഓരോ സീസണിലും എത്ര മഴയാണ് വരുന്നത്? ഇപ്പോൾ കാലാവസ്ഥ വകുപ്പ് പറയുന്ന വളരെ കൃത്യമാണല്ലോ. മെയ് 24 മഴ വരും എന്ന് പറയും. മെയ് 24 മഴ വന്നു. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾമോസ്റ്റ് കറക്റ്റാണ്. ആ ശാസ്ത്രം കുറച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരെ നമുക്ക് വിശ്വസിക്കാം. അവരെ വിശ്വസിച്ചുകൊണ്ട്
നമുക്ക് ഗൗരവമായ ഒരു പ്ലാൻ, അവരെയും കൂടി ഇരുത്തണം. നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയെ കുറിച്ച് ആലോചിക്കണം. വിദ്യാഭ്യാസ വകുപ്പിനും അതിനകത്ത് പങ്കുണ്ട്, ശരിയാണ്. വിദ്യാഭ്യാസ വകുപ്പ്, കാരണം ഇതിന്റെ പ്രചരണ പരിപാടികൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ്, പഞ്ചായത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ ജലസേചന വകുപ്പ്, പിന്നെ പൊതുമരാമത്ത് വകുപ്പ്, ഊർജ്ജത്തിന്റെ വകുപ്പ്, ഇങ്ങനെ 4-5 വകുപ്പുകൾ ചേർന്നുകൊണ്ട് നല്ല രസകരമായിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള ഒരു മനസ്സും ഒരു സാന്നിധ്യവും ഒരു ഇച്ഛാശക്തിയും ആവശ്യമുണ്ട്. വരും വർഷങ്ങളിൽ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് കരുതാം. പെയ്തൊഴിയുന്ന ഓരോ തുള്ളിയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതുണ്ട്. അത് നമുക്ക് പേടിയായി മാറാതിരിക്കട്ടെ. മഴ നമ്മുടെ നൊസ്റ്റാൾജിയയും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ സ്നേഹവും നമുക്കുള്ള വെള്ളവുമൊക്കെയാണ്. പക്ഷെ അത് പലപ്പോഴും ഭീകരവാദിയായി മാറുന്നതായിട്ടാണ് തോന്നുന്നത്. മഴ നമുക്കൊരു പേടിയായി മാറിക്കഴിഞ്ഞു.